വെൽക്കം ടു ന്യൂ എപ്പിസോഡ് ഓഫ് ബാലൻസ് ഷീറ്റ് ക്യാറ്റ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടിങ് പ്രോസസ്സിനെ കുറിച്ചിട്ടും അക്കൗണ്ടിങ്ങിൽ വരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, എങ്ങനെയാണ് ജേർണൽസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ആ ടോപ്പിക്. നമുക്കറിയാം, അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബിസിനസ് ലാംഗ്വേജിനെ പറയുന്നതാണ് അക്കൗണ്ടിങ് എന്നുള്ളത്. നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെയും നമ്മൾ എന്ത് ചെയ്യും? അക്കൗണ്ട് ചെയ്യും, അതായത് റെക്കോർഡിക്കലാക്കിയിട്ട് വെക്കും. ഇതാണ് അക്കൗണ്ടിങ് എന്ന് മെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Any economic transactions or event of a business which can be expressed in monetary terms should be recorded. നമ്മൾ ബിസിനസ്സിലെ എന്ത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും, അതായത് മണി റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്യാഷിൻ്റെ ബേസിസിൽ, മണിയോ അല്ലെങ്കിൽ ക്യാഷിൻ്റെ ബേസിസിലോ പറയുന്ന എല്ലാ ട്രാൻസാക്ഷൻസിനെയും പറയുന്നതാണ് ഈ മോണിറ്ററി ടേംസ് എന്നുള്ളത്. മണി ബേസിസിൽ അല്ലെങ്കിൽ അതിന് നോൺ മോണിറ്ററി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെയും നമ്മൾ എന്ത് ചെയ്യും? അതായത് മണി ബേസിസിൽ നടന്നിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസിനെയും നമ്മൾ റെക്കോർഡ് ചെയ്യും. അക്കൗണ്ടിങ് ഈസ് എ മെത്തേഡ് ഓഫ് കളക്ടിങ്, റെക്കോർഡിങ്, classifying, summarizing, presenting and interpreting financial data of economic activity. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നടത്തിയിട്ടുള്ള എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെയും നമ്മൾ ആദ്യം ആ ഡാറ്റാസിനെ കളക്ട് ചെയ്യും. കളക്ട് ചെയ്തതിന് ശേഷം റെക്കോർഡ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ക്ലാസിഫൈ ചെയ്തതിന് ശേഷം സമ്മറൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ സമ്മറൈസ് ചെയ്തതിന് ശേഷം ഇതിന് നമ്മൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം? ഈ പ്രസൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ഈ ഫിനാൻഷ്യൽ ഡാറ്റാസിനെ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്? നമുക്ക് അനുയോജ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇൻ്റർപ്രറ്റ് ചെയ്യും. The series of business transaction occur during the accounting period and recording is referred to an accounting process. The series of business transactions occurs during accounting period. അതായത് നമ്മൾ നടത്തുന്ന ഓരോ ട്രാൻസാക്ഷൻസും നമ്മൾ എപ്പോഴാണ് ചെക്ക് ചെയ്യുന്നത്? അക്കൗണ്ടിങ് പീരിയഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ വീക്ക്ലി ആകാം, ചിലപ്പോൾ മന്ത്ലി ആകാം, ചിലപ്പോൾ എങ്ങനെയാ ഹാഫ് ഇയർലി ആകാം, ചിലപ്പോൾ ഇയർലി ബേസിസിലാകാം. മോസ്റ്റ്ലി നമ്മളൊരു അക്കൗണ്ടിങ് പീരീഡ് ആയിട്ട് കണക്കാക്കുന്നത് 1 ഇയർ ബേസിസിലാണ്. പക്ഷെ പെട്ടെന്നൊരു ഓഡിറ്റ് വരുമ്പോഴോ അല്ലാതെ എന്തെങ്കിലും ഒരു എൻക്വയറിങ് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മളൊരു 6 മാസം അല്ലെങ്കിൽ ക്വാർട്ടർലി ബേസിസിലൊക്കെ അക്കൗണ്ടിങ് പീരീഡ് കണക്കാക്കുന്നത്. അപ്പോൾ എന്താണ്, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾക്ക് നടന്നിട്ടുള്ള എല്ലാ സീരീസ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒന്ന് കഴിഞ്ഞ് ഒന്നായിട്ട് വരുന്ന എല്ലാ ട്രാൻസാക്ഷൻസിനെയും നമ്മൾ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ നോട്ട് ചെയ്ത് അതിനെ റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് അക്കൗണ്ടിങ് പ്രോസസ്സ് എന്നുള്ളത്. നമ്മൾ പ്രീവിയസ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അക്കൗണ്ടിങ് പ്രോസസ്സ് 9 സ്റ്റെപ്സിലൂടെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അത് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ റെഫർ ചെയ്താൽ മതി. An accounting process is a complete sequence of accounting procedure which are repeated in same order during each accounting period. Therefore, accounting process involves the following step. Accounting process എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് സീക്വൻസ് ആണ്. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റെപ്സിനെ റിപ്പീറ്റേറ്റീവായിട്ട് ചെയ്യുകയാണ്. നമ്മൾ ചെയ്തു, വീണ്ടും ആ ഒരു 9 സ്റ്റെപ്സ് ചെയ്തു, വീണ്ടും ഇത് കഴിഞ്ഞ് അടുത്ത അക്കൗണ്ടിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വീണ്ടും ആ സ്റ്റെപ്സിനെ റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ അക്കൗണ്ടിങ് പ്രോസസ്സിൽ സർട്ടൈൻ സ്റ്റെപ്സ് ഇൻക്ലൂഡഡ് ആയിരുന്നു. അക്കൗണ്ടിങ് പ്രോസസ്സിൽ എന്താണ്? സർട്ടൈൻ സ്റ്റെപ്സിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻ. നമ്മൾ ട്രാൻസാക്ഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക? ഇൻ അക്കൗണ്ടിങ് ഓൺലി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്. അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്താണ്? മോണിറ്ററി ടേംസിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുന്നത്. അതായത് ക്യാഷിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, സാമ്പത്തിക ഇടപാടിനെ മാത്രമേ ഉള്ളൂ അക്കൗണ്ടിങ്ങിൽ നമ്മൾ നോട്ട് ചെയ്യപ്പെടുന്നത്. A financial transaction is an event which can be expressed in terms of money and which brings change in financial position of a business enterprise. നമ്മൾ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൽ സാമ്പത്തികമായി നടത്തുന്ന ട്രാൻസാക്ഷൻസിനെ മാത്രം നോട്ട് ചെയ്തിട്ട് എന്തൊക്കെയാണ് നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മുടെ ഫേമിൽ വരുന്ന ചേഞ്ചസ് എന്നുള്ളത് മാത്രമാണ് നോട്ട് ചെയ്യുന്നത്. An event is an incident or happening change may or may not bring any change in financial position of a business enterprise. ഒരു ഇവന്റ് എന്ന് പറയുന്നത് അതല്ലാതെ നമ്മുടെ സാമ്പത്തികമല്ലാതെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ കമ്പനിയിൽ വരുത്തുന്ന മറ്റ് സാമ്പത്തിക ചേഞ്ചസ് ആണ്, മറ്റ് ഫിനാൻഷ്യൽ ചേഞ്ചുകളാണ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് ചെയ്യാത്തത്? നോട്ട് ചെയ്യാത്തത്.
Therefore, all transactions are events, but all events are not transactions. എല്ലാ ട്രാൻസാക്ഷൻസും എന്താണ്? ഒരു ഇവൻ്റ് ആണ്, ഒരു നടക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഈ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഇസ് നോട്ട് ഇൻ ടേംസ് ഓഫ് മണി. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മണി ടേംസിലാകണമെന്നില്ല. ഒരു മെഷീന് വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് മണിയുടെ ടേംസിലല്ല. അപ്പോൾ അതൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, ഒന്നും നോട്ട് ചെയ്യുന്നില്ല. ട്രാൻസാക്ഷൻ ഈസ് എ കംപ്ലീറ്റ് ആക്ഷൻ ടു എക്സ്പെക്ട് ഓർ പോസിബിൾ ഫ്യൂച്ചർ. ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്പെക്റ്റേഷനാണ്, അല്ലെങ്കിൽ അതൊരു ഫ്യൂച്ചർ ആക്ഷനാണ്. അതിനെ പറയുന്നതാണ് ഒരു ട്രാൻസാക്ഷൻ എന്നുള്ളത്. ഇൻ എവറി ട്രാൻസാക്ഷൻ ദർ ഈസ് എ മൂവ്മെൻറ്റ് from one source to another. For example, when goods are purchased for cash, there is a movement goods from seller to buyer and movement of cash from buyer to seller. Transaction may be external between a business entity and second party. Example, goods sold on credit to Hari, or internal, do not involve second party. Example, depreciation charged on the machineries. അതായത് ഇവിടെ എന്താ പറയുന്നത്, നമ്മൾ ഒരു ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ ഒരു സോഴ്സിൽ നിന്ന് മറ്റൊരു സോഴ്സിലോട്ട് മൂവ് ചെയ്യാണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ ട്രാൻസാക്ഷൻസിലും നമ്മളൊരു ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഗുഡ്സ് നമ്മൾക്ക് എന്താണ് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുകയാണ്. നമ്മളവിടെ കൊടുക്കുന്ന കാര്യം എന്താണ്, ബയ്യറിന് കൊടുക്കുന്ന കാര്യമാണ്. നമ്മളാണ് ബയ്യർ, സെല്ലറിന് നമ്മൾ എന്താണ് കൊടുക്കുന്നത്, നമ്മുടെ കയ്യിലെ ക്യാഷാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ആ ക്യാഷ് ഫ്ലോ ചെയ്യുന്നതാണ് എന്ത്, ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻ എന്നുള്ളത് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താ വരുന്നത്, ഇറ്റ് ഈസ് എ ട്രാൻസാക്ഷൻ ബിക്കോസ് ഇറ്റ് ചേഞ്ചസ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് മിസ്റ്റർ നിഗിൽസ് ബിസിനസ്. ക്യാഷ് വിൽ ഇൻക്രീസ് ബൈ 5,000 ആൻഡ് സാലറി എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ആൻഡ് വിൽ ഇൻക്രീസ് ബൈ 5,000. അപ്പോൾ നമുക്കറിയാം ഇവിടെ നിഖിൽ എത്രയാണ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്. നിഖിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 40,000 ആണ്. ഈ 40,000 ഫസ്റ്റ് നമ്മളെന്താണ് കമ്പനിക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് 40,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി രണ്ടാമത്തെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒരു ട്രാൻസാക്ഷൻ ആണോ അല്ലേ എന്നുള്ളത് നോക്കണം. കാരണം നമ്മളിവിടെ ഐഡന്റിഫൈ ചെയ്യാണ് അല്ലേ, ട്രാൻസാക്ഷൻ ബേസിസിലാണോ അല്ലേ എന്നുള്ളത് നോക്കണം. അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ അല്ലേ ഇത്. അപ്പോൾ നമ്മൾ രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്തായിരുന്നു, നമ്മൾ ഒരു 5,000 രൂപ നമ്മളെ സ്റ്റാഫിന് നമ്മൾ പേ ചെയ്തു അല്ലേ. 5,000 രൂപ എന്ന് പറയുന്നത് നമുക്ക് എക്സ്പെൻസ് ആണ്. അപ്പോൾ എക്സ്പെൻസ് ഈസ് ഇൻ ടേംസ് ഓഫ് മണി. നമ്മൾ ആ കൊടുക്കുന്നത് ഇൻ ടേംസ് ഓഫ് മണി ആയതുകൊണ്ട് അതൊരു മോണിറ്ററി പ്രോസസ്സ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അത് നോട്ട് ഡൗൺ ചെയ്യും. മോണിറ്ററി പ്രോസസ്സ് ആയതുകൊണ്ട് നമ്മളത് നോട്ട് ഡൗൺ ചെയ്യുന്നതാണ്. അപ്പോൾ 5,000 രൂപ എന്ന് പറയുന്നത് എന്താണ്, ഒരു എക്സ്പെൻസ് ആണ്. അത് ക്യാഷ് ഫ്ലോയിലാണ് നടന്നിട്ടുള്ളത്, അതുകൊണ്ട് അതൊരു ട്രാൻസാക്ഷൻ ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ ട്രാൻസാക്ഷൻ. അപ്പോൾ തേർഡ് വൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതെന്തുകൊണ്ടാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്, പർച്ചേസ്ഡ് മെഷീനറീസ് ഫോർ 20,000 ഇൻ ക്യാഷ്. അപ്പോൾ 20,000 രൂപക്ക് നമ്മൾ മെഷീനറി വാങ്ങി. അപ്പോൾ നോക്കുമ്പോൾ ഇറ്റ് ഈസ് എ ട്രാൻസാക്ഷൻ. 20,000 രൂപ നമ്മൾ കൊടുത്ത് അതൊരു ട്രാൻസാക്ഷൻ നടത്തിയിട്ടാണ് വാങ്ങിയത്. ബിക്കോസ് ഇറ്റ് ചേഞ്ചസ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് മിസ്റ്റർ നിഖിൽസ് ബിസിനസ്. മിസ്റ്റർ നിഖിലിൻ്റെ ബിസിനസ്സിന് ആദ്യം 40,000 രൂപയായിരുന്നു, അതിന് 5,000 രൂപ നമ്മൾ കുറച്ചു, വീണ്ടും ഒരു 20,000 രൂപ നമ്മൾ കുറച്ചു. അത് എന്താണ്, മണിയുടെ ടേംസിലാണ്. മെഷീനറി കംസ് ഇൻ ക്യാഷ് ആൻഡ് ഗോസ് ഔട്ട്. അപ്പോൾ എന്താണ്, നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത പോയിന്റിൽ എന്താ പറയുന്നത്, നമ്മൾ പ്ലേസ് എൻ ഓർഡർ വിത്ത് സെൻ ആൻഡ് കോ ഫോർ ഗുഡ്സ് ഫോർ 5,000. അടുത്തത് പറയുന്നത് നമ്മൾ 5,000 രൂപക്ക് എന്ത് ചെയ്തു, സാധനം ഓർഡർ ചെയ്തു. പ്ലേസ്ഡ് ആൻ ഓർഡർ ഓഫ് ₹5,000. 5,000 രൂപേൻ്റെ ഒരു ഓർഡറാണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് നോട്ട് ട്രാൻസാക്ഷൻ ബിക്കോസ് ഇറ്റ് ഡു നോട്ട് ചേഞ്ച് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ബിസിനസ്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ, സാധനം എടുത്തിട്ടില്ല, ഓർഡർ ജസ്റ്റ് പ്ലേസ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ആകുമ്പോൾ എന്താണ്, നമുക്കവിടെ ക്യാഷ് ഫ്ലോ നടന്നിട്ടില്ല. അതുകൊണ്ട് അതെന്തല്ല, നമ്മൾ ട്രാൻസാക്ഷനായിട്ട് കണക്കാക്കില്ല. ജസ്റ്റ് ഓർഡർ പ്ലേസ് ചെയ്തു. ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, നമുക്ക് 2 തരത്തിൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. പ്രീ പേയ്മെൻ്റ് ആക്കിയിട്ടും ചെയ്യാം, സാധനം കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് നടത്താം. അപ്പോൾ ഇവിടെ എന്താണ്, ജസ്റ്റ് ഓർഡർ ചെയ്തിട്ടുള്ളൂ, പ്രീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ മുന്നേ സാധനം കിട്ടുന്നതിൻ്റെ മുന്നേ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല, ജസ്റ്റ് ഓർഡർ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷനിൽ എന്താണ്, ചേഞ്ച് വരുത്തിയിട്ടില്ല. ഇനി എന്താണ് പറയുന്നത്, പിന്നെ വന്നിട്ടുള്ളത്
opened a bank account by depositing 4,000. ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു, അതിൽ 4,000 രൂപയാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതെന്താണ്, ഒരു ട്രാൻസാക്ഷൻ ആണ്. അതിൽ എന്താ പറയുന്നത്, 4,000 രൂപ നമ്മൾ സെറ്റിലാക്കി, ഐ മീൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പൊ ഇവിടെ എന്താണ്, നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ 4,000 രൂപ ഇൻക്രീസ് ആകാണ്. പക്ഷെ നമ്മുടെ ക്യാഷ് ബാലൻസ്, അതായത് ഈ 40,000 രൂപ എന്നുള്ളതിൽ നിന്ന് 4,000 രൂപ എന്താണ്, കുറയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മളിപ്പോ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മൾ ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത സമയത്ത് നമുക്ക് എന്തായി, നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് 4,000 രൂപ റിഡ്യൂസ് ആകാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ബാങ്കിൽ എന്താണ്, 4,000 രൂപ അവിടെ ഇൻക്രീസ് ആകാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഏതൊരു ബാങ്കിൽ നമ്മൾ അക്കൗണ്ട് എടുക്കുന്ന സമയത്തും എന്താണ് അവിടെ ഉണ്ടാകുന്നത്, നമുക്ക് അവരെന്ത് ചെയ്യും, ഒരു പാസ്ബുക്ക് തരും. പാസ്ബുക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സോളിഡ് എവിഡൻസ് അല്ലെങ്കിൽ ഒരു സോളിഡ് മീഡിയം ഫോർ കീപ്പിംഗ് ഓൾ ദി ട്രാൻസാക്ഷൻസ് ദാറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ബാങ്ക്. അതായത് നമ്മൾ ബാങ്കായിട്ട് ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷൻസിനെയും നമ്മൾ എന്ത് ചെയ്യുക, രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പാസ്ബുക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പാസ്ബുക്കിനെ ഒരിക്കലും ഒരു ട്രാൻസാക്ഷൻ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. പാസ്ബുക്ക് ഇസ് നോട്ട് എ ട്രാൻസാക്ഷൻ ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് മിസ്റ്റർ നിഖിൽ. മിസ്റ്റർ നിഖിലിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ഒരു പാസ്ബുക്ക് നമ്മളുടെ കയ്യിൽ കിട്ടുമ്പോൾ മാറും ഇല്ല. നേരെ മറിച്ച് നമ്മൾ ബാങ്കായിട്ട് ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷൻസിനെയും ഐഡന്റിഫൈ ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, പാസ്ബുക്ക് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത പോയിന്റ് വരുന്നത് എന്താണ്, നമ്മളൊരു മാനേജറിനെ അപ്പോയിന്റ് ചെയ്ത സമയത്ത് നമ്മൾ അയാൾക്ക് കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് 4,000 രൂപയാണ്. നമ്മളൊരാളെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളൂ, അപ്പൊ അയാൾക്ക് കൊടുക്കണം എന്ന് കരുതിയിട്ടുള്ള സാലറി 4,000 രൂപയാണ്. അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അയാളെ സാലറി കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അപ്പൊ അയാൾ ജോലി ചെയ്തു എന്നുള്ളത് ഉറപ്പ് വരുത്തി ആ ഒരു മന്ത് കഴിയുമ്പോഴാണ് നമ്മൾ സാലറി കൊടുക്കേണ്ടത്. അപ്പൊ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, നമുക്ക് പേയ്മെന്റ് വരുന്നില്ല. അപ്പൊ അതെന്താണ്, അതൊരു ട്രാൻസാക്ഷന്റെ, അതായത് ക്യാഷ് ഫ്ലോ ബേസിസിലല്ല നമ്മൾ ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരാളെ അപ്പോയിന്റ് ചെയ്യുക എന്ന് പറയുന്നത് ദാറ്റ് കനോട്ട് ബി കൺസിഡേർഡ് ആസ് എ ട്രാൻസാക്ഷൻ. ഇനി പറയുന്നത് എന്താ, റിസീവ്ഡ് ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് RS 500. നമുക്ക് 500 രൂപ എന്തായിട്ട് കിട്ടി, ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ 500 രൂപ എന്താണ്, മണിയുടെ ടേംസിലാണ്. സോ ഇറ്റ്സ് എ ട്രാൻസാക്ഷൻ ആൻഡ് ഇറ്റ്സ് ചേഞ്ചിങ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് മിസ്റ്റർ നിഖിൽസ് ബിസിനസ് അല്ലേ. ഇനി വരുന്നത് എന്താ, റിസീവ് എ പ്രൈസ് ലിസ്റ്റ് ഫ്രം ലളിത്. അപ്പോൾ നമുക്കൊരു പ്രൈസ് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഈ പ്രൈസ് ലിസ്റ്റ് എന്താണ്, നമ്മളെ പ്രൈസിന്റെ ലിസ്റ്റാണ്, അതൊരു ട്രാൻസാക്ഷൻ അല്ല. അതും എന്ത് ചെയ്യുന്നില്ല, നമ്മളുടെ ഫിനാൻഷ്യൽ ബിസിനസ്സിനെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷനെ മാറ്റുന്നില്ല. അപ്പോൾ സ്റ്റെപ്പ് എന്താ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, ഐഡന്റിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ് വരുന്നത്, നമ്മൾ ട്രാൻസാക്ഷൻസിനെ സമ്മറൈസ് ചെയ്യും. സമ്മറൈസേഷൻ ഇസ് ആർട്ട് ഓഫ് മേക്കിംഗ് ദി ആക്ടിവിറ്റി ഓഫ് ദ ബിസിനസ് എന്റർപ്രൈസ് ആസ് ക്ലാസിഫൈഡ് ഇൻ ലെഡ്ജർ ഫോർ ദ യൂസ് ഓഫ് മാനേജ്മെന്റ് ഓർ അതർ യൂസർ ഗ്രൂപ്പ്സ്. അതായത് നമ്മളുടെ സമ്മറൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിൽ ചെയ്തിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും നമ്മൾ ഒരു ലെഡ്ജർ ചെയ്ത് വെക്കുക. ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, ഇത്രയാണ് നമ്മൾ ഡെബിറ്റേഴ്സിന് കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിന് വരുന്നത്. ഇതൊക്കെ ആർക്ക് നോക്കാൻ പറ്റുന്നതാണ്, നമ്മളെ ക്രെഡിറ്റേഴ്സിനും ഡെബിറ്റേഴ്സിനും അല്ലെങ്കിൽ എക്സ്റ്റേണൽ യൂസേഴ്സിനും ഇന്റേണൽ യൂസേഴ്സിനും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സമ്മറൈസേഷൻ ഹെൽപ്സ് ഇൻ ദ പ്രിപ്പറേഷൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സ് ആൻഡ് ബാലൻസ് ഷീറ്റ് ഫോർ എ പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയർ. സമ്മറൈസേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്, നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് മനസ്സിലാക്കാൻ പറ്റും, ലോസ് മനസ്സിലാക്കാൻ പറ്റും, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി തേർഡ് പോയിന്റ് എന്താണ് വരുന്നത്, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻസ്. നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ഫേമിൽ വരുന്ന എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻസിനെയും നമ്മൾ അനലൈസ് ചെയ്യും അല്ലെ. അനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇന്റർപ്രിട്ടേഷൻ ചെയ്യാണ് ചെയ്യുന്നത്. ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ഓർ ദ ഡാറ്റ ഇസ് റെക്കോർഡഡ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട് മസ്റ്റ് ബി further analyzed and interpreted so to draw meaningful conclusion. നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഡാറ്റനെ നമ്മൾ അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനൊരു മീനിങ് കൺക്ലൂഷൻ കൊണ്ടുവരണം. അതായത് നമ്മൾ എങ്ങനെയാണ് ഇനി അതിലുള്ള ഡിസിഷൻസ് എടുക്കേണ്ടതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ദിസ് അനാലിസിസ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വിൽ ഹെൽപ്പ് ദ മാനേജ്മെന്റ് ടു assess in performance of business operations and forming future plans also. നമ്മൾ അനലൈസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഇന്റർപ്രിട്ടേഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ റിലയബിൾ ആയിട്ടുള്ള
ഡിസിഷൻസ് എടുക്കാൻ ആരെ ഹെൽപ്പ് ആക്കും? നമ്മളുടെ ബിസിനസ്സിന് അല്ലെങ്കിൽ മാനേജ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താണ് വരുന്നത്? പ്രിപ്പറേഷൻസ് ഓഫ് റിപ്പോർട്ടിംഗ് ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ്. നമ്മൾ എന്താണ് ചെയ്യുന്നത്? പ്രിപ്പറേഷൻ അല്ല, പ്രസന്റേഷൻ. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ബാലൻസ് ഷീറ്റ് ആകട്ടെ അല്ലെങ്കിൽ പ്രോഫിറ്റ് ലോസ് അനാലിസിസ് ആകട്ടെ, ഇതൊക്കെ നമ്മൾ എന്താണ് പ്രസന്റ് ചെയ്യാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ദി എൻഡ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റ് must be benefited from analysis and interpretations of data, as some of them are shareholders and other maybe stakeholders, comparison of past and present statements and reports, use of ratios and trends analysis are the different tools of analysis and interpretations. അതായത് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഡാറ്റാസിനെ നമ്മൾ ആരുടെ മുന്നിലൊക്കെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്? നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ആകാം, അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആകാം. ഇവർക്ക് ഇത് നമ്മളുടെ ഡാറ്റാസിനെ അനലൈസ് ചെയ്തിട്ട് പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എന്താണ് നമ്മളുടെ ഫേമിൻ്റെ, അതുപോലെ തന്നെ ഇനി എന്താകും, ഫ്യൂച്ചർ എന്താകും എന്നുള്ളത് അവർക്ക് എന്താണ് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന്. അപ്പോൾ ഇത്രയൊക്കെയാണ് പോയിന്റ്സ് വരുന്നത്. ഓക്കെ, അക്കൗണ്ടിങ് ഇക്വേഷൻ. നമ്മൾ എന്തിനാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്? അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ത് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് നോക്കാം. അക്കൗണ്ടിങ് ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതും അതിൻ്റെ ബേസിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ലയബിലിറ്റീസ്, അസെറ്റ്സ്, എന്താണ് ബിസിനസ്സിൻ്റെ ഇക്വിറ്റി ഒക്കെ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ ഫേം ഓൺ ചെയ്യുന്നത്, ഓഫ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ഫൗണ്ടേഷൻ ഓഫ് ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ ഇൻ അക്കൗണ്ടിങ് സിസ്റ്റം. അതായത് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡബിൾ എൻട്രി പ്രിൻസിപ്പിളാണ്. ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ എന്നുള്ളത് എന്താ മീൻ ചെയ്യുന്നത്? ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ടോട്ടൽ ഡെബിറ്റ്സ് ആർ ഈക്വൽ ടു ടോട്ടൽ ക്രെഡിറ്റ്സ് ഫോർ എനി ട്രാൻസാക്ഷൻസ്. അതായത് നമ്മുടെ ഒരു ഫോമിലെ എല്ലാ ഡെബിറ്റ്സും എന്തിനായിട്ട് ഈക്വൽ ആകും? ക്രെഡിറ്റിനായിട്ട് ഈക്വൽ ആകും. എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്നുള്ളത് നമ്മളെ പ്രീവിയസ് വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ അത് റെഫർ ചെയ്താൽ മതി. ഇനി എന്താ വരുന്നത്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? ഇക്വേഷൻസ് ഡിസ്പ്ലേസ് ഓൾ അസെറ്റ് ഓഫ് ആൻ എൻറ്റിറ്റി ആർ ഈദർ financed by borrowing or the company's shareholders. It is known as balance sheet. നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിയിലെ അസെറ്റ്സ് ആകട്ടെ, ലയബിലിറ്റീസ് ആകട്ടെ, ഷെയർ ഹോൾഡേഴ്സ് ആകട്ടെ, അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആകട്ടെ, ഇങ്ങനെ വരുന്ന സകല ഡീറ്റെയിൽസും നമ്മൾ എന്തിലാണ് നമ്മൾ ചെയ്തു വെക്കുന്നത്? ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇതിനൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വരുന്നുണ്ട്. അതായത് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. അതായത് അസെറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനികളിലെ അസെറ്റ്സ് ഈക്വൽ ടു നമ്മുടെ കമ്പനിയിൽ വരുന്ന ലയബിലിറ്റീസ് പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി. ഓണേഴ്സ് ഇക്വിറ്റി എന്ന് മീൻ ചെയ്യുന്നത് നമ്മളെ കമ്പനിക്ക് കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്ത് ചെയ്തതിന് ശേഷം നമുക്ക് നെറ്റായിട്ടൊരു പ്രോഫിറ്റ് കിട്ടും. ഈ ഒരു നെറ്റ് പ്രോഫിറ്റ് ആണ് നമ്മൾ എന്താക്കി മാറ്റുന്നത്? ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇതിന് ഒന്നുകൂടി സിംപ്ലിഫൈഡ് ഫോമിലാണെങ്കിൽ നമുക്ക് എങ്ങനെയായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക? അതായത് ജസ്റ്റ് ഒരു വേരിയബിൾ ടേംസിൽ പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്നത് ലയബിലിറ്റി, അതായത് എ ഇസ് ഈക്വൽ ടു എൽ പ്ലസ് ഇ. എൽ എന്ന് പറയുന്നത് എന്താണ്? ലയബിലിറ്റി. എ എന്ന് പറയുന്നത് അസെറ്റ് ആൻഡ് ഇ ഇസ് ഈക്വൽ ടു ഓണേഴ്സ് ഇക്വിറ്റി. ഇനി ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ബാലൻസ് ഷീറ്റിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ കമ്പനിയുടെ ഫൈനൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് ഇറ്റ് ഈസ് ദി സിസ്റ്റമാറ്റിക് ഫോം ഓഫ് റെപ്രസെന്റിംഗ് കമ്പനി സ്റ്റാറ്റസ് ഡിസ്പ്ലേയിങ് ടോട്ടൽ അസെറ്റ് ഓഫ് എ കമ്പനി ഇസ് ഈക്വൽ ടു ടോട്ടൽ ലയബിലിറ്റീസ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. ഇവിടെ എന്താണ് പറയുന്നത്? നമ്മുടെ കമ്പനിയുടെ ടോട്ടൽ അസെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തിനായിട്ട് ഈക്വൽ ആണ്? നമ്മളെ കമ്പനിയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള അസെറ്റ്സ് എപ്പോഴും നമ്മുടെ കമ്പനിയിൽ വരുന്ന ടോട്ടൽ ലയബിലിറ്റീസിനായിട്ട് ഈക്വൽ ആണ്. ഇതാണ് എന്ത് കാണിച്ചു തരുന്നത്? നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? അനലൈസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി വരുന്നത് ദി ബാലൻസ് ഷീറ്റ് ഈസ് എ കോംപ്ലക്സ് എക്സ്പ്രഷൻ ഓഫ് ഇക്വേഷൻ റെപ്രസെന്റിംഗ് ദ ടോട്ടൽ അസെറ്റ് ഓഫ് എ കമ്പനി ഈസ് ഈക്വൽ ടു ടോട്ടൽ ലയബിലിറ്റീസ് ആൻഡ് ഓണേഴ്സ് ഇക്വിറ്റി. എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ കാണിക്കുന്നത്? നമ്മളുടെ അസെറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയിൽ വരുന്ന ടോട്ടൽ ലയബിലിറ്റീസ് പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി ആണ്. അക്കോർഡിംഗ് ടു ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ. ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? നമ്മളെ കമ്പനിയിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസിനെയും നമുക്ക് രണ്ട് ഇഫക്ട്സ് ആണ് വരുന്നത്. എന്താ വരുന്നത്? രണ്ട് ഇഫക്ട്സ് ആണ് നമുക്ക് വരുന്നത്. അതിൽ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. എന്ത്? ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ അസെറ്റ്സ് ഓണറിന്റെ ഇക്വിറ്റിനെ കുറക്കുക. അതായത് ലയബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
അസെറ്റ് എന്ന് നമ്മളുടെ ഓണറിന്റെ ഇക്വിറ്റി കുറച്ച് കഴിഞ്ഞാൽ ടു ഡിറ്റർമൈൻ ലയബിലിറ്റീസ് ആൻഡ് ഓണേഴ്സ് ഇക്വിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലയബിലിറ്റീസിനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഇനി വേറൊരു ഇക്വേഷനെ നമുക്ക് ജനറേറ്റ് ചെയ്യാം. അതായത് ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത്, ഓണറിന്റെ ഇക്വിറ്റി എന്താണ്, ഓണറിന് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കയ്യിലുള്ള അസെറ്റ്സ് അതിൽ നിന്ന് നമ്മളുടെ ലയബിലിറ്റീസിനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓണറിന്റെ ഇക്വിറ്റിനെ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് 3 ഇക്വേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് നമ്മളുടെ അസെറ്റ് മാത്രമാണ് കാണേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ലയബിലിറ്റീസും അതുപോലെ തന്നെ ഓണറിന്റെ ഇക്വിറ്റിനെയും നമ്മൾ എന്ത് ചെയ്യുക, സം ചെയ്യുക, അതായത് പ്ലസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് വരുന്നത് എന്താണ്, നമ്മളുടെ ലയബിലിറ്റീസ് ആണ് നമുക്ക് കാണേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള ടോട്ടൽ അസെറ്റ്സിൽ നിന്ന് നമ്മളെ ഓണേഴ്സിന്റെ ഇക്വിറ്റിനെ, അതായത് ഓണറിന്റെ നെറ്റ് പ്രോഫിറ്റിനെ നമ്മൾ എന്ത് ചെയ്യും, സബ്ട്രാക്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മൈനസ് ചെയ്ത് കൊടുക്കുക. ഇനി എന്താ പറയുന്ന, ഓണറിന്റെ ഇക്വിറ്റിനെയാണ് നമുക്ക് കാണേണ്ടത് അല്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിലുള്ള കമ്പനി അസെറ്റിൽ നിന്ന് നമ്മളുടെ ലയബിലിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്യും. ഇനി നമ്മൾ ഒരു ബിസിനസ്സിൽ എപ്പോഴും ഡുവൽ ആസെപ്റ്റ് ആണ് വരുന്നത്. അതായത് ഡുവൽ കോൺസെപ്റ്റിൽ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്ന എല്ലാ ഡെബിറ്റിനും അവിടെ ഒരു ക്രെഡിറ്റ് നടക്കുന്നുണ്ട് ഇല്ലേ. നമ്മളുടെ അക്കൗണ്ടിൽ ഒരു 5000 രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 5000 രൂപനെ വലിക്കാൻ പറ്റുക, അതായത് ഡെബിറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ സമൺ ഷുഡ് ക്രെഡിറ്റ് 5000 ഇൻടു അവർ ബാങ്ക് അല്ലെ. ആരെങ്കിലും ഒരാൾ ഒരു 5000 രൂപ നമ്മുടെ അക്കൗണ്ടിലോട്ട് ഇട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഈ പണം നമ്മളുടെ അക്കൗണ്ടിലോട്ട് ഇടുക എന്ന് പറയുന്നത് എന്താണ്, ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എടുക്കുക എന്ന് പറയുന്നത് എന്താണ്, ഡെബിറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മളുടെ ഡെബിറ്റ് എന്തിനായിട്ട് ഈക്വൽ ആണ്, ക്രെഡിറ്റിനായിട്ട് ഈക്വൽ ആണ്. എവറി ട്രാൻസാക്ഷൻ ഷുഡ് ഹാവ് 2 സൈഡ് ഇഫക്ട് ടു എക്സ്റ്റെൻഡ് ദ സെയിം അമൗണ്ട്. ഈ ഒരു ഇതാണ് 2 ഇഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രെഡിറ്റും ഡെബിറ്റും ആണ്. ദിസ് കോൺസെപ്റ്റ് ഹാസ് റിസൾട്ട് ഇൻ അക്കൗണ്ടിംഗ് ഇക്വേഷൻസ് വിച്ച് സ്റ്റേറ്റ് ദാറ്റ് എനി പോയിന്റ് ഓഫ് അസെറ്റ്സ് ഓഫ് എനി entity must be equal in money terms to the total owners equity and outsiders liability. എന്താ ഇവിടെ പറയുന്നത്, ഈ ഒരു കോൺസെപ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാകേണ്ടത് നമ്മളുടെ അസെറ്റ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിട്ടാണ്, ലയബിലിറ്റീസും അതുപോലെ തന്നെ ഓണേഴ്സ് ഇക്വിറ്റി ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇൻ അതർ വേർഡ്സ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, a statement of equality between the assets and the source which finance the assets is expressed as. എങ്ങനെയാണ് നമുക്ക് അസെറ്റ്സ് കിട്ടുന്നത് എന്നുള്ളത് എങ്ങനെയായിട്ട് പറയാൻ പറ്റും, അസെറ്റ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു സോഴ്സ് ഓഫ് ഫിനാൻസ്. നമുക്കൊരു വരുമാനം ഉണ്ടാകുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ചുറ്റുപാട് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതിന് എന്തായിട്ട് പറയാൻ പറ്റും, അസെറ്റ്സ് ആയിട്ട് പറയാൻ പറ്റും. അസെറ്റ്സ് മേ ബി ടാഞ്ചിബിൾ. അസെറ്റ്സ് എന്താണ്, നമുക്ക് ടച്ച് ചെയ്യാനും ഫീൽ ചെയ്യാനും പറ്റുന്ന അസെറ്റ്സ് ആകാം. ലൈക്ക് ലാൻഡ് ആകാം, ബിൽഡിംഗ് ആകാം, മെഷീനറീസ് ആകാം, എക്യുപ്മെൻറ്റ്സ് ആകാം, അല്ലെങ്കിൽ ഫേർണിച്ചർ ആകാം, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആകാം, അല്ലെങ്കിൽ ക്യാഷ് ആകാം, നമ്മളെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ക്യാഷ് ആകാം, അല്ലെങ്കിൽ നമ്മളെ ഫേമിലോട്ട് മേടിച്ച് വെച്ചിട്ടുള്ള കുറച്ച് സ്റ്റോക്സ് ആകാം, അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് ആരെങ്കിലും കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കടം വാങ്ങിയ ആൾക്കാർ തിരിച്ചു തരാനുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആകാം. ഇനി അതുപോലെ തന്നെ നമ്മൾക്കുള്ള അസെറ്റ്സ് എന്താകാം, ഇൻടാഞ്ചിബിളും ആകാം. ഈ ഇൻടാഞ്ചിബിൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ പാറ്റന്റ് ആകാം, അതുപോലെ ട്രേഡ് മാർക്ക് ആകാം, ഗുഡ് വിൽ ആകാം. അതായത് നമ്മളുടെ കമ്പനിയുടെ എന്തെങ്കിലും എടുത്തു കാണിക്കുന്ന എന്തെങ്കിലും ഒരു സൽപ്പേരാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ കമ്പനിയുടെ ബെനിഫിഷ്യലായിട്ട് വരുന്ന കാര്യങ്ങളാകാം. ഇതൊക്കെ എന്താണ്, ഇൻടാഞ്ചിബിൾ അസെറ്റ്സിൽ വരുന്നതാണ്. ഇൻടാഞ്ചിബിൾ അസെറ്റ്സ് എന്താണെന്നുള്ളതും ടാഞ്ചിബിൾ അസെറ്റ്സ് എന്താണെന്നുള്ളതും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ടുള്ള റെഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്താൽ മതി, കൂടുതൽ ഐഡിയ കിട്ടുന്നതാണ്. ഇനി എന്താ പറയുന്നത്, സോഴ്സസ് ഇൻക്ലൂഡ് ഇന്റേണൽ, ദാറ്റ് ഈസ് ക്യാപിറ്റൽ പ്രൊവൈഡഡ് ബൈ ദി ഓണർ ആൻഡ് എക്സ്റ്റേണൽ ലൈക്ക് ലയബിലിറ്റീസ്. നമുക്ക് നമ്മളുടെ ഫിനാൻസിന്റെ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ക്യാപിറ്റൽ ഉണ്ടാകും, അതായത് നമ്മുടെ കമ്പനി ഓണേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു മണി ഉണ്ടാകും. അതുപോലെ തന്നെ വേറൊരു സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നതാണ് എക്സ്റ്റേണൽ ആയിട്ട് വരുന്നത്. അതെന്താണ്, ലയബിലിറ്റീസ് ആണ്. ലയബിലിറ്റീസ് ആർ ദ ഒബ്ലിഗേഷൻസ് ഓഫ് ബിസിനസ് ടു അതേഴ്സ് ഓർ ഔട്ട്സൈഡേഴ്സ്. അതായത് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾക്ക്, അതായത് നമ്മുടെ ബിസിനസ്സിന് അല്ലെങ്കിൽ നമ്മളുടെ ഫേമിന് വരുന്ന ബാധ്യതയെ പറയുന്നതാണ് എന്ത്, ലയബിലിറ്റീസ് എന്നുള്ളത്. ദി അബോവ് ഇക്വേഷൻസ് ഗെറ്റ് എക്സ്പാൻഡഡ്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഇക്വേഷനെ നമുക്ക് വേറൊരു രീതിയിൽ എഴുതാൻ പറ്റുന്നതാണ്. അസെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നുള്ളതാണ്. ഇവിടെ നോക്കൂ, അസെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലയബിലിറ്റീസിന്റെ കൂടെ നമ്മുടെ ക്യാപിറ്റലിനെ സം ചെയ്യാം. ഇനി ഓൾ ട്രാൻസാക്ഷൻ ഓഫ് എ ബിസിനസ് ക്യാൻ ബി റെഫർ ടു ദിസ്
ദിസ് ഇക്വേഷൻ, നമുക്ക് നമ്മളുടെ ബിസിനസ്സിൽ നടത്തുന്ന ഏതൊരു ട്രാൻസാക്ഷനെ ആയാലും ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് പറയാൻ പറ്റുന്നത് അതാണ്. അതായത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന എന്ത് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലയബിലിറ്റീസ്, അതായത് നമുക്കുള്ള ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ നമ്മൾക്ക് ബാധ്യതയായിട്ട് വരുന്ന കാര്യങ്ങളുടെ കൂടെ നമ്മളുടെ ഓണറിന്റെ ഇക്വിറ്റിനെ, അതായത് നെറ്റ് പ്രോഫിറ്റിനെ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് എന്ത് നമ്മളുടെ equation എന്ന് പറയുന്നത്. To further explanation the transaction of revenues, expenses, losses and gains, the equation can be expanded thus. നമ്മളുടെ വരുമാനം, ചെലവ് അല്ലെങ്കിൽ നഷ്ടം അല്ലെങ്കിൽ ലാഭം ഒക്കെ നോക്കിയിട്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇക്വേഷനെ മാറ്റാൻ പറ്റുന്നതാണ്. അതായത് നമ്മളുടെ അസറ്റ്സിനെയും എക്സ്പെൻസസിനെയും നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എന്താണ് കിട്ടുന്നത്, അസറ്റ്സ് പ്ലസ് എക്സ്പെൻസസ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് റവന്യൂ പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി എന്നുള്ളതാണ് വരുന്നത്. അല്ലെങ്കിൽ എങ്ങനെ പറയാം, അസറ്റ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ലയബിലിറ്റീസിനെ നമ്മൾ ആഡ് ചെയ്യും, അതുപോലെ തന്നെ നമ്മളുടെ റവന്യൂന്ന് നമ്മൾ ആര് സബ്ട്രാക്ട് ചെയ്യുന്നതാണ്, നമ്മളുടെ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ എക്സ്പെൻസിനെ കുറക്കും. അപ്പൊ നമുക്കൊരു എമൗണ്ട് കിട്ടും. അതിന്റെ കൂടെ നമ്മൾ ആരെ ആഡ് ചെയ്ത് കൊടുക്കും, ഓണേഴ്സിന്റെ ഇക്വിറ്റി കൊടുക്കും. അപ്പൊ നമുക്ക് നമ്മളുടെ ടോട്ടൽ അസറ്റ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇതിന് ഒന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറൊരു തരത്തിൽ പറയാൻ പറ്റും. അല്ലെങ്കിൽ എങ്ങനെയായിട്ടാണ് വരുന്നത്, അസറ്റ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ലയബിലിറ്റീസ് ഉണ്ടാകും, അതിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നതാണ്, ഓണറിന്റെ ഇക്വിറ്റിനെ ആഡ് ചെയ്യും. ഓണർ ഇക്വിറ്റി എങ്ങനെയാകാം, അത് നമ്മളുടെ ഇൻകം ആകാം. നമ്മൾ എങ്ങനെ തന്നെ ആയാലും നമ്മൾ സമ്മറൈസ് ചെയ്ത് പറയുമ്പോൾ നമുക്ക് ഫൈനലി എങ്ങനെയാണ് ഇക്വേഷൻ കിട്ടുന്നത്, അസറ്റ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ലയബിലിറ്റീസും അതുപോലെ തന്നെ ഓണേഴ്സ് ഇക്വിറ്റി ആണ് എന്നുള്ളതുമാണ്. ഇത്രയേ ഉള്ളൂ എന്ത് നമ്മൾക്ക് എങ്ങനെയാണ് നമ്മളുടെ ട്രാൻസാക്ഷൻസിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് കമ്പോണൻസ് ഓഫ് അക്കൗണ്ടിങ് ഇക്വേഷൻസ്. എന്തൊക്കെയാണ് നമുക്ക് അക്കൗണ്ടിങ് ഇക്വേഷൻസിന്റെ കമ്പോണൻസ് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്ന എന്തൊക്കെയാണ് മനസ്സിലായി, നമ്മളുടെ കമ്പോണൻസ് എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. നമ്മൾ നേരത്തെ ഇക്വേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്തായിരുന്നു, അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി എന്നായിരുന്നു. ഈ അസറ്റ്സും ലയബിലിറ്റീസും അതുപോലെ തന്നെ ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നതും തന്നെയാണ് നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻസിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അസറ്റ്സ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ്സ് ആർ economic resources that have value or can create value. അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസോഴ്സാണ്, ഒരു വസ്തുവാണ്. അതിന് നമുക്കൊരു മൂല്യം നിർണ്ണയിക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ആ ഒരു വസ്തു വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാനോ പറ്റുന്ന ഒരു സാധനത്തിനെ പറയുന്നതാണ് അസറ്റ് എന്നുള്ളത്. ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ടാഞ്ചിബിൾ ഓർ ഇൻടാഞ്ചിബിൾ വെൽത്ത് ദാറ്റ് ഇസ് കേപ്പബിൾ ഓഫ് ബീങ് പ്രൊഡക്റ്റീവ് ആൻഡ് ഓൾസോ ഹാവ് പോസിറ്റീവ് എക്കോണമിക് വാല്യൂ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് അസറ്റ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ഒന്ന് പറയുന്നത് എന്താണ്, ടാഞ്ചിബിൾ അസറ്റ്സും മറ്റൊന്ന് പറയുന്നത് എന്താണ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സുമാണ്. അതിൽ ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ടച്ച് ചെയ്യാനും ഫീൽ ചെയ്യാനും ഒക്കെ പറ്റുന്ന അസറ്റ്സ് ആണ്. ലൈക്ക് അത് ലാൻഡ് ആകാം, മെഷീനറീസ് ആകാം, ക്യാപിറ്റൽ ആകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള നമുക്ക് കാണാനും തൊടാനും ഒക്കെ കഴിയുന്ന കമ്പനിയിൽ വരുന്ന കമ്പനിയുടേതായിട്ട് വരുന്ന മുതലുകൾ പറയുന്നതാണ് അസറ്റ്സ് എന്നുള്ളത്. അതാണ് ടാഞ്ചിബിൾ അസറ്റ്സ്. ഇനി ഇൻടാഞ്ചിബിൾ അസറ്റ്സിൽ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കോപ്പിറൈറ്റ് ആകാം, അല്ലെങ്കിൽ പാറ്റന്റ് ആകാം, അല്ലെങ്കിൽ ഗുഡ് വിൽ ആകാം. ഇങ്ങനെ വരുന്ന കാര്യങ്ങളാണ് എന്ത് നമ്മളുടെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. ഇനി in a simple words, assets represent the value of ownership that can be easily converted into cash. മറ്റൊരു തരത്തിൽ എന്ത് പറയാം, നമുക്കൊരു മുതലുണ്ട്, ആ ഒരു മുതലിനെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു വസ്തുവിനെ എന്താണ് പറയുന്നത്, അസറ്റ് എന്ന് തന്നെയാണ്. ദോ ക്യാഷ് ഈസ് ഓൾസോ കൺസിഡേർഡ് ആസ് സ്പെഷ്യൽ ഫോം ഓഫ് അസറ്റ്. ക്യാഷും എന്താണ്, മറ്റൊരു തരത്തിലുള്ള അസറ്റാണ്. നമുക്ക് കുറച്ച് പൈസ നമ്മളുടെ ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതെന്താണ്, നമുക്കൊരു അസറ്റാണ്. കുറച്ച് കാലം നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് ഡെബിറ്റ് ചെയ്യുക എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു എന്താണ് അസറ്റാണത്, അല്ലേ? അപ്പോൾ ക്യാഷും എന്താണ്, ഒരു തരത്തിലുള്ള അസറ്റ് തന്നെയാണ്. ഇൻ അക്കൗണ്ടിങ് കോണ്ടെക്സ്റ്റ് അസറ്റ്സ് ആർ ഫൗണ്ട് ഇൻ 2 ഫോംസ്. നമ്മളുടെ അക്കൗണ്ടിങ്ങിൽ 2 തരത്തിലാണ് നമ്മൾ അസറ്റ്സിനെ കണക്കാക്കുന്നത്. അസറ്റ്സ് ദാറ്റ് കൺസ്യൂം വിത്തിൻ 1 year ആർ കൺസിഡേർഡ് ആസ് കറണ്ട് അസറ്റ്സ്. ഇറ്റ് ഇൻക്ലൂഡ് തിങ്സ് ലൈക്ക് ഇൻവെൻട്രി, അക്കൗണ്ടിങ് റിസീവബിൾ ആൻഡ് മോസ്റ്റ്ലി കോമൺ ക്യാഷ്. ഫിക്സ്ഡ് അസറ്റ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ഏൺ റവന്യൂ ഓർ ഹാവ് യൂട്ടിലൈസ് മോർ than 1 year. It includes furniture, equipments, real estates and building. കാരണം ഇനി നമ്മൾ എന്താണ് അസറ്റ്സിനെ 2ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വീണ്ടും കറണ്ട് അസറ്റ്സും വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് എന്താ വരുന്നത്, ലോങ് ടേം അസറ്റ്സ് അല്ലെങ്കിൽ ഫിക്സ്ഡ് അസറ്റ്സ് എന്ന് പറയാം. ഈ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു വർഷത്തിൽ നമുക്ക് കിട്ടാനുള്ള
കാര്യങ്ങളുടെയാണ്. അതായത് ഇപ്പോൾ നമുക്കൊരു വർഷം നമ്മൾ എന്തെങ്കിലും ഒരു സർവീസ് ഒരു വർഷത്തിനായിട്ട് റെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ആ ഒരു സർവീസിനുള്ള ബെനിഫിറ്റ് നമുക്ക് ആകെ ഒരു വർഷം മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ അത് കറണ്ട് അസറ്റാണ്. താൽക്കാലികമായിട്ട് നമുക്കൊരു ഇയർലി ബേസിസിലുള്ള ഒരു അസറ്റാണ്. ആ ഒരു വർഷം തീർന്നു കഴിഞ്ഞാൽ കറൻ്റ്ലി അത് തീർന്നു. ഇനി വരുന്നതാണ് എന്ത്, നമ്മുടെ ഫിക്സ്ഡ് അസറ്റ്സ്. ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ കമ്പനിയിലോട്ട് കുറച്ച് ഫേർണിച്ചേഴ്സ് വാങ്ങിയിട്ട് നമ്മൾ ഇന്ന് ഫേർണിച്ചർ വാങ്ങി നാളെ അത് സെല് ചെയ്യോ? ഇല്ല, ഒരിക്കലും അതിനൊരു അത് ഒന്ന് സ്പോയിൽ ആകാതെയോ അല്ലെങ്കിൽ അതിലും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് വേണമെന്ന് വരുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക, ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് അസറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. അസറ്റ്സിനെ നമുക്ക് ടാൻജബിളും ഇൻടാൻജബിളും ആയിട്ട് പറയാം. അതുപോലെ തന്നെ നമ്മൾ അസറ്റ്സിനെ കറണ്ട് അസറ്റ്സും എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ എന്താ പറയുന്നത് ഫിക്സ്ഡ് അസറ്റ്സും വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ലയബിലിറ്റീസ്. ലയബിലിറ്റീസ് ആർ ഡിഫൈൻഡ് ആസ് ദി റെസ്പോൺസിബിലിറ്റീസ് ഓർ കമ്മിറ്റ്മെന്റ്സ് ഓഫ് ആൻ എൻറ്റിറ്റി ട്രിഗറിങ് ഫ്രം പാസ്റ്റ് ബിസിനസ് ഇവന്റ് ഓർ ട്രാൻസാക്ഷൻസ്. അതായത് നമ്മുടെ കമ്പനിയിലേക്കുള്ള റെസ്പോൺസിബിലിറ്റി, അതുപോലെ തന്നെ വരുന്ന കമ്മിറ്റ്മെന്റ്സ്, അല്ലെങ്കിൽ നമുക്ക് വരുന്ന എന്താ പറയുക ബാധ്യതകൾ, ഇതിനൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ലയബിലിറ്റീസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇറ്റ് ക്യാൻ ബി റിസൾട്ട് ഓഫ് ട്രാൻസ്ഫറിങ് അസറ്റ്സ്, പ്രൊവിഷൻ ഓഫ് എ സർവീസ് ഓർ ഇൻട്രസ്റ്റ് ഫ്രം വേരിയസ് ഇൻവെസ്റ്റ്മെന്റ്സ്. നമ്മളെന്താണ് നമ്മുടെ കയ്യിലെ അസറ്റ്സിനെ എടുത്തിട്ട് ലിക്വിഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ഒരു സർവീസ് എടുത്തിട്ട് നമ്മൾ ഒരു പ്രൊഫഷൻ ആക്കി മാറ്റി നമ്മുടെ ഒരു ബുദ്ധിമുട്ടിനെ നമ്മൾ തീർക്കുക, അല്ലെങ്കിൽ നമുക്ക് വരുന്ന എന്തൊരു ബാധ്യതയായാലും അതിനെല്ലാം നമ്മൾ ലയബിലിറ്റീസ് എന്നാണ് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഓൾസോ ഡിഫൈൻഡ് ആസ് കമ്പനീസ് ലീഗൽ ഔട്ട്സ്റ്റാൻഡിങ് ഓർ റെസ്പോൺസിബിലിറ്റീസ് ദാറ്റ് അറൈസസ് ഡ്യൂറിങ് ബിസിനസ് ഓപ്പറേഷൻ. നമ്മുടെ കമ്പനിയിലേക്കുള്ള ഒരു ഔട്ട്സ്റ്റാൻഡിങ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഒരു ഉത്തരവാദിത്തമായിട്ടും നമുക്ക് എന്തിനെ കണക്കാക്കാൻ പറ്റും, ലയബിലിറ്റീസിനെ കണക്കാക്കാൻ പറ്റും. ദീസ് ആർ സെറ്റിൽഡ് ഓവർ ടൈം ബൈ ട്രാൻസ്ഫറിങ് ഓഫ് മോണിറ്ററി ബെനിഫിറ്റ്സ് വിത്ത് ഗൂഡ്സ്, സർവീസസ് ഓർ മണി. നമ്മൾ ഇതിനെ എങ്ങനെയാണ് സെറ്റിൽ ചെയ്യുന്നത്, അതായത് നമ്മൾ ലയബിലിറ്റീസ് എങ്ങനെയൊക്കെയാണ് സെറ്റിൽ ചെയ്യുന്നത്, നമുക്ക് മോണിറ്ററി ബെനിഫിറ്റ്സ് ഉണ്ടാകും, ലൈക്ക് ഗുഡ്സ് ഉണ്ടാകും, സർവീസസ് ഉണ്ടാകും. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മണി ടേംസിൽ നമുക്ക് പേ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ഒരു സർവീസ് റെൻറ്റ് ചെയ്തിട്ട് കൊടുക്കും, അല്ലെങ്കിൽ അങ്ങനെയല്ല പലതരത്തിൽ നമുക്ക് നമ്മളെ ലയബിലിറ്റീസിന് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റിൽ ചെയ്യാൻ പറ്റുന്നത്. Liabilities are very important feature of a company's action procedure because they are used to financial regular operation and also need to expand the business. നമുക്ക് ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നമ്മുടെ കമ്പനിയിൽ. കാരണം നമ്മുടെ ലയബിലിറ്റീസ് കൂടും തോറും നമ്മുടെ കമ്പനിയുടെ ബാധ്യതകൾ കൂടി വരികയാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്ര പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ ലയബിലിറ്റീസ് കൊടുത്തു തീർത്തതിന് ശേഷമുള്ളൂ നമുക്ക് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് കണക്കാക്കാൻ പറ്റുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ കരുതിയ തരത്തിലൊരു നെറ്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മളെ ബാധ്യത തീർക്കുന്ന സമയത്ത് we will get only a small percentage of benefit. അപ്പോൾ നമ്മൾ ലയബിലിറ്റീസ് എപ്പോഴും നമ്മൾ പരിഗണിക്കേണ്ടതാണ്. അതിനെ പരിഗണിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മളുടെ കമ്പനീനെ ഒരു സേഫ് സോണിൽ റൺ ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഓണേഴ്സ് ഇക്വിറ്റി. എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ നെക്സ്റ്റ് കമ്പോണൻറ്റ് ഏതാണ്, സ്റ്റോക്ക് ഹോൾഡേഴ്സ് ഇക്വിറ്റി. സ്റ്റോക്ക് ഹോൾഡേഴ്സ് ഇക്വിറ്റിയുടെ മറ്റൊരു പേരാണ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടേമിൽ എന്താണ് ക്ലെയിം ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, നമ്മുടെ കമ്പനിക്ക് എന്തായാലും കുറച്ച് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാകും. ദാറ്റ് ക്യാൻ ബി ഇൻവെസ്റ്റേഴ്സ്, ഓണേഴ്സ് ഓഫ് ദി കമ്പനി. ഒന്നെങ്കിൽ ഓണേഴ്സ് ആകാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇൻവെസ്റ്റേഴ്സ് ആകാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കമ്പനിയിലെ എല്ലാ ലയബിലിറ്റീസും പേ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഓണേഴ്സിന് അല്ലെങ്കിൽ സ്റ്റോക്ക് ഹോൾഡേഴ്സിൻ്റെ ഇക്വിറ്റി നമ്മൾ സെറ്റിൽ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ കമ്പനിയിൽ ഒരു എമൗണ്ട് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യും. കാരണം അവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് സെറ്റപ്പ് ചെയ്യേണ്ടി വരും, ഡെവലപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫണ്ട് വേണം. അപ്പോൾ നമുക്ക് ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ടാകും, ഒന്നെങ്കിൽ കമ്പനി ഓണർ തന്നെ ആകും, അല്ലെങ്കിൽ എക്സ്റ്റേണലായിട്ട് ആരെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമുക്കൊരു റൂള് അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ആ വീഡിയോ റെഫർ ചെയ്യാം. ഓക്കെ. അപ്പോൾ സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഇപ്പം ഞാൻ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു 2 കോടി രൂപ ഞാനൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ബിസിനസ്സിൽ 2 കോടി രൂപ കിട്ടി. പക്ഷേ ഈ ബിസിനസ്സിന് ഈ 2 കോടി രൂപ എന്ന് പറയുന്നത് എനിക്ക്, അതായത് ഓണറായ എനിക്കുള്ള ഒരു ലയബിലിറ്റിയാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. അപ്പം
ഈ ഓണർ എന്നുള്ളതും ബിസിനസ് എന്നുള്ളതും രണ്ട് എൻറ്റിറ്റി ആയിട്ടാണ് ആര് കണക്കാക്കുന്നത്, ബിസിനസ് അതായത് സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് എന്താണെന്നുള്ളത് നമ്മൾ ബ്രീഫായിട്ടുള്ള ഇപ്പോൾ പറയുന്നത്, എലാബറേറ്റ് ചെയ്തിട്ട് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി എന്താ പറയുന്നത്, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അക്കൗണ്ടിങ് കോണ്ടെക്സ്റ്റ് വെച്ച് നോക്കുമ്പോൾ ബിസിനസ് ഈസ് കൺസിഡേർഡ് ആസ് എ പേർപ്പസ് വിത്ത് ലയബിലിറ്റീസ് ആൻഡ് അസെറ്റ്സ്. നമ്മളൊരു ബിസിനസ്സിൽ എന്താണുള്ളത്, ലയബിലിറ്റീസ് ഉണ്ടാകും, അതുപോലെ തന്നെ അസെറ്റ്സ് ഉണ്ടാകും. ആഫ്റ്റർ കാൽക്കുലേറ്റിംഗ് ഓൾ ലയബിലിറ്റീസ് റിമൈനിങ് അസെറ്റ്സ് ഓഫ് എ ബിസിനസ് ഈസ് കൺസിഡേർഡ് ആസ് ഓണേഴ്സ് ഇക്വിറ്റി. നമ്മളുടെ എല്ലാ ലയബിലിറ്റീസും പേ ചെയ്ത് സെറ്റിൽ ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് അസെറ്റ് ബാക്കി വരുമല്ലോ, ആ ഒരു അസെറ്റ്, അതായത് നമുക്ക് അതൊക്കെ പേ ചെയ്തതിന് ശേഷം ബാക്കിയൊരു നെറ്റ് പ്രോഫിറ്റ് വരൂലേ, അതിനെയാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്, ഓണേഴ്സ് ഇക്വിറ്റി അല്ലെങ്കിൽ സ്റ്റോക്ക് ഹോൾഡേഴ്സ് ഇക്വിറ്റി അല്ലെങ്കിൽ എന്താ പറയുക, ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. ഓക്കെ, അപ്പോൾ 3 കമ്പോണൻസ് ആണ് വരുന്നത്. ഇനി വരുന്നതാണ് ബേസിക് ഫോർമുല ഓഫ് അക്കൗണ്ടിങ്. എന്താണ് അക്കൗണ്ടിങ്ങിന്റെ ബേസിക് ഫോർമുല? The formula basically shows assets of the firm that are purchased either its liabilities or by its owner's investment. The total relationship among the component is expressed in form of equation assets equal to liabilities plus owner's equity or owner's capital. Examples are assets are the items that like inventory or machineries. Example of liabilities are accounts payables or bank loans. Owner's equity or owner's capital is investment by the owners in firm. From the basic equation, some other determinant formula can be formulated. Liabilities is equal to assets minus ഓണേഴ്സ് ഇക്വിറ്റി, അല്ലെങ്കിൽ ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത് അസറ്റിൽ നിന്ന് ലയബിലിറ്റീസ് മൈനസ് ചെയ്യുന്നതാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബേസിക് ഇക്വേഷൻസ്. അതായത് നമ്മളുടെ അസറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളുടെ ലയബിലിറ്റീസിൻ്റെ കൂടെ നമ്മളുടെ കമ്പനിയുടെ അതല്ലെങ്കിൽ ഓണേഴ്സിൻ്റെ ഇക്വിറ്റിനെ ആഡ് ചെയ്യുന്നതാണ് അല്ലേ. ഇനി ഇതിൽ നിന്ന് തന്നെ നമ്മൾ സമ്മറൈസ് ചെയ്തിട്ട് മറ്റൊരു ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളുടെ ലയബിലിറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ അസെറ്റ്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ട് അസെറ്റ്സിൽ നിന്ന് ഓണറുടെ ഇക്വിറ്റി നമ്മൾ മൈനസ് ചെയ്യാം. അതാണ് എന്ത് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു തരത്തിൽ പറയാൻ പറ്റും, ഓണറുടെ ഇക്വിറ്റി എന്ന് പറയുന്നത്, ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഈക്വൽ ടു അസെറ്റ്സ് മൈനസ് ലയബിലിറ്റീസ്. ഇത് എന്താണെന്നുള്ളത് നമ്മൾ കുറച്ച് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇത്ര ബ്രീഫായിട്ട് പറയുന്നത്. ഇനി വരുന്നതാണ് ദി എക്സ്പാൻഷൻ ഓഫ് അക്കൗണ്ടിങ് ഫോർമുല. എന്താണ് അക്കൗണ്ടിങ് ഫോർമുലയുടെ എക്സ്പാൻഷൻ എന്ന്? ദി ബേസിക് കാൽക്കുലേഷൻ ഈസ് അബൌട്ട് ദി 3 കമ്പോണൻസ്. നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ വരുത്തിയിട്ടുള്ളത്? ബൈ ദി കൺക്ലൂഷൻ ഓഫ് കമ്പോണൻസ്. നമ്മളുടെ കമ്പോണൻസിനെ കാൽക്കുലേറ്റ് ചെയ്യുക, ലൈക്ക് അസെറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ഓണേഴ്സ് ഇക്വിറ്റി. ഓണേഴ്സ് ഇക്വിറ്റിയുടെ മറ്റൊരു പേരാണ് സ്റ്റോക്ക് ഹോൾഡേഴ്സ് ഇക്വിറ്റി അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്നുള്ളത്. ഇറ്റ് ക്യാൻ ബി എക്സ്പാൻഡഡ് ആൻഡ് എക്സ്പാൻഡഡ് ഇക്വേഷൻ ഷോസ് ഇൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ബാലൻസ് ഷീറ്റ് ആൻഡ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഇത് തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ബാലൻസ് ഷീറ്റും അതുപോലെ തന്നെ ഇൻകം സ്റ്റേറ്റ്മെന്റും എടുത്തിട്ടാണ്. The owner's equity can be broken into 2 parts. ഓണറുടെ ഇക്വിറ്റിനെ നമ്മൾ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു ഡിവൈഡ് ചെയ്യുന്ന പാർട്ടിലാണ് നമ്മളുടെ എക്സ്പെൻസും വരുന്നത്, അതുപോലെ തന്നെ റവന്യൂ വരുന്നത്. എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ചെലവ്, റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വരവ് അല്ലെങ്കിൽ നമ്മുടെ വരുമാനം. സോ ഫാർ വി ഓൺലി ഡിസ്കസ്ഡ് അബൌട്ട് ദി ബാലൻസ് ഷീറ്റ് പാർട്ട് ഓഫ് ദി ഇക്വേഷൻ. നമ്മൾ ഇത്രയും നേരമായിട്ട് എന്താണ് ബാലൻസ് ഷീറ്റിനെ കുറിച്ചിട്ടേ ഉള്ളൂ ഡിസ്കസ് ചെയ്തിട്ട്. നൗ ഇഫ് വി ഡിവൈഡ് ദി ഓണേഴ്സ് ഇക്വിറ്റീസ് റവന്യൂ ആൻഡ് expenses, then income statement will also be added in equation. നമ്മളെ ഓണർ ഇക്വിറ്റിയുടെ ഭാഗമായി റവന്യൂ വരുന്നതും എക്സ്പെൻസസ് ഒക്കെ കണക്കാക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ എന്തും കൂടി ആഡ് ചെയ്യുന്നതാണ്, ഇതും നമ്മുടെ ഇക്വേഷനിലോട്ട് ആഡ് ചെയ്യുന്നതാണ്. അപ്പം എങ്ങനെ വരും? അസെറ്റ്സ് എന്ന് പറയുന്നത് ലയബിലിറ്റീസ് പ്ലസ് ഓണേഴ്സ് ക്യാപിറ്റൽ പ്ലസ് എക്സ്പെൻസസ് പ്ലസ് റവന്യൂ, അങ്ങനെ ആയിട്ട് മാറും. റവന്യൂ ജനറേറ്റഡ് ഫ്രം സെയിൽസ് ആൻഡ് റിലേഷൻസ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് ദ പ്രോഫിറ്റ് between the expenses and revenue is when the revenue is greater than expenses. നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ സെയിൽസിൽ എപ്പോഴും എന്താണ് കൂടുതൽ ഉണ്ടാകേണ്ടത്? റവന്യൂ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ, ഓർ ദ ഇൻകം ജനറേറ്റഡ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ എക്സ്പെൻസസ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അവിടെ പ്രോഫിറ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റുക. അതായത് ഞാൻ എന്തെങ്കിലും ഒരു സാധനം സെല് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എനിക്ക് കിട്ടിയിട്ടുള്ള വരവ് കൂടുതലാകണം. അതായത് മുതൽ മുടക്കിന്റെ കൂടെ ലാഭം കൂടി എനിക്ക് അവിടെ ഉള്ള വരവ്, അതായത് എൻ്റെ വരുമാനം കൂടുതലാകണം. നോക്കിയതിന് ശേഷം എൻ്റെ എക്സ്പെൻസസ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ എക്സ്പെൻസസ് ഗ്രേറ്റർ ആകണം, ഇൻകം എന്താകണം
ഹൈ ആകണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് അവിടെ എന്തുണ്ട്, നമുക്ക് അവിടെ റവന്യൂ ജനറേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റും. ഓൺ ദി അതർ ഹാൻഡ് ഇഫ് ദി എക്സ്പെൻസസ് ആർ ഗ്രേറ്റർ ദാൻ റവന്യൂ, നമ്മളുടെ എക്സ്പെൻസസ് ആണ് കൂടുതൽ റവന്യൂ ഡീലറെ, അങ്ങനെയാണെങ്കിൽ കമ്പനി വിൽ ബി ഫേസിങ് ലൂസിങ് മണി. സിമ്പിളാണ്, നമ്മുടെ കമ്പനി എന്താ നല്ല ഈസി ആയിട്ട് പൊട്ടിപ്പാളീസ് ആകും. After considering the sales and revenue, the expanded calculating equations will be assets equal to liabilities plus owner's equity plus expenses minus revenues minus expenses minus draws. അതായത് നമ്മളിങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളുടെ ഇക്വേഷൻസിന് സിമ്പിളായിട്ട് എലാബറേറ്റ് ചെയ്യാൻ പറ്റും. അസറ്റ്സ് എന്ന് പറയുന്നത് കമ്പനിയുടെ ലയബിലിറ്റീസ്, അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കും, ഓണറിന്റെ ഇക്വിറ്റിനെ ആഡ് ചെയ്യും. ഈ ഓണറിന്റെ ഇക്വിറ്റിനെ ആഡ് ചെയ്തതിന് ശേഷം റവന്യൂവിന് ആഡ് ചെയ്യും. അപ്പം നമുക്കൊരു സം കിട്ടുമല്ലോ. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ എക്സ്പെൻസസിനെ സബ്ട്രാക്ട് ചെയ്യും. നമ്മളുടെ ചെലവ് അല്ലെങ്കിൽ നമ്മളുടെ ലയബിലിറ്റീസ് ആയിട്ട് വരുന്ന കാര്യങ്ങളെ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് എക്സ്പെൻഡിച്ചർ ചെലവുകളുടെ നമ്മൾ മൈനസ് ചെയ്യും. അതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് നമ്മളുടെ ഡ്രോസിനെ സബ്ട്രാക്ട് ചെയ്യും. അതാണ് എന്ത് എന്ന് പറയുന്നത്, അസെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഇക്വേഷൻസിനെ എലാബറേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ.